നമ്മുടെ ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് പിന്നിൽ സൂര്യൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നൊരു ദിവസം സൂര്യൻ ഇല്ലാതെയായാൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ഈ ലോകത്തിന് സംഭവിക്കുക? ഏതെല്ലാം ജീവികളായിരിക്കും അവശേഷിക്കുക? അതോടൊപ്പം തന്നെ നാം മനുഷ്യർ ഇതിനെല്ലാം അതിജീവിക്കുമോ? സോ ഇന്ന് ക്രേസി പീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് സൂര്യൻ ഇല്ലാതെയായതിനു ശേഷമുള്ള ഭൂമിയുടെ അടുത്തേക്കാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സൂര്യൻ ഇല്ലാതെയുള്ള ആദ്യത്തെ 8 മിനിറ്റ് 20 സെക്കൻഡ് നേരത്തേക്ക് നാം മനുഷ്യർ ഒന്നും തന്നെ അറിയാൻ പോകുന്നില്ല. കാരണം സൂര്യനിലെ പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡ് വേണ്ടിവരും. ആ സമയത്തിന് ശേഷം ഭൂമി പൂർണ്ണമായിട്ടും ഇരുട്ടിലേക്ക് ആവുന്നതായിരിക്കും. നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സൂര്യൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഈ ഒരു സൂര്യന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണമാണ് സൗരയൂഥത്തിലെ മുഴുവൻ ഗ്രഹങ്ങളും സൂര്യനെ തന്നെ വലയം ചെയ്യുന്നത്. സൂര്യൻ ഇല്ലാതെയായാൽ സൂര്യന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടിയായിരിക്കും ഇല്ലാതെയാവുക. അതോടൊപ്പം തന്നെ എല്ലാ ഗ്രഹങ്ങളും ദിശ മാറി വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങും. ഇതോടൊപ്പം നമ്മുടെ ഭൂമിയും സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഭൂമിയിലെ രാത്രികൾ എങ്ങനെയാണോ അതേ ആംബിയൻസ് തന്നെയായിരിക്കും പിന്നീടുള്ള കാലം ഭൂമിക്ക് ഉണ്ടാവുക. പിന്നീട് സൂര്യപ്രകാശത്തിന്റെ അഭാവം കാരണം ഫോട്ടോസിന്തസിസും പൂർണ്ണമായും ഇല്ലാതെയാകും. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഓക്സിജൻ ലെവൽ താരതമ്യേന വളരെയേറെ കുറയാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ ഭൂമിയിലെ താപനിലയും വളരെ പതുക്കെ കുറയാൻ തുടങ്ങും. ഇങ്ങനെ പോയാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ സമുദ്രനിരപ്പിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും ഐസ് മാത്രമായി മാറും. ഇതിനോടകം തന്നെ ഇവിടെ ജീവിക്കുന്ന ജീവികളുടെ കാര്യത്തിലും ഒരു തീരുമാനമാകും. ഒപ്പം കരയിൽ ജീവിക്കുന്ന ജീവികളുടെ എണ്ണവും താരതമ്യേന കുറയാൻ തുടങ്ങും. ഇതോടൊപ്പം തന്നെ ഭൂമിയുടെ താപനില എന്നത് വളരെ പെട്ടെന്ന് കുറയുന്ന ഒന്നല്ല, മറിച്ച് വളരെ ടൈം എടുക്കും ഈ ഒരു പ്രോസസ്സിന്. അതായത് ഒരു മാസം മാക്സിമം 2-3 ഡിഗ്രി മാത്രമേ ഭൂമിക്ക് ചൂട് കുറയുകയുള്ളൂ. ഇതിന് കാരണം എന്നത് ഭൂമിക്ക് വളരെയേറെ കട്ടിയുള്ള ഒരു അന്തരീക്ഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഭൂമി ചൂടിനെ പുറത്തേക്ക് വിടുകയില്ല. കുറഞ്ഞത് 8 മാസമെങ്കിലും എടുക്കും ഭൂമി 0 ഡിഗ്രി താപനിലയിലെത്താൻ. എന്നാൽ ഈ ഒരു പ്രോസസ്സ് എന്നത് വളരെ പെട്ടെന്ന് നടക്കുകയില്ല, മറിച്ച് വളരെയേറെ ടൈം എടുക്കുന്ന ഒന്നായിരിക്കും. അതോടൊപ്പം തന്നെ സൂര്യപ്രകാശവും ഇവിടെ തീർത്തും ഉണ്ടാവുകയില്ല. പിന്നീട് 80-90 വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായും ഐസ് കൊണ്ടുള്ള ഒരു ഭൂമിയെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന ആകെയുള്ള എനർജി സോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളായിരിക്കും. അതോടൊപ്പം തന്നെ തെർമൽ എനർജി അഥവാ ഭൂമിയുടെ കോറിനുള്ളിലെ അകക്കാമിനുള്ളിലെ എനർജിയും നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ ആ ഒരു സന്ദർഭത്തിൽ തെർമൽ എനർജി എടുക്കുന്നത് തീർത്തും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു കാര്യമാണ്. അത് ഭൂമിക്ക് തന്നെ നാശമാകുമെന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വസ്തുത. ശേഷം മനുഷ്യർക്ക് ജീവിക്കാനും ജീവൻ നിലനിർത്താനുമുള്ള ആകെ ഒരു മാർഗമായി അണ്ടർഗ്രൗണ്ടുകൾ മാറും. അതായത് മണ്ണിനടിയിലേക്ക് താമസം മാറിയാൽ മാത്രമേ മനുഷ്യർക്ക് കൃത്യമായി ടെമ്പറേച്ചറും മറ്റും മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതോടൊപ്പം പോപ്പുലേഷൻ അഥവാ ജനസംഖ്യയിൽ വളരെ വലിയൊരു വ്യത്യാസം തന്നെ ഉണ്ടാകും. പലർക്കുമുള്ളൊരു സംശയമായിരിക്കും, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ലാതായതിനു ശേഷം ഗ്രഹങ്ങൾ തെറിച്ചു പോകുമ്പോൾ എങ്ങാനും ഏതെങ്കിലും 2 ഗ്രഹങ്ങൾ കൂട്ടിയിടിക്കുമോ എന്നുള്ളത്. എന്നാൽ അത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. കാരണം ഓരോ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് തമ്മിലുള്ള ഡിഫറൻസ് എന്നത് വളരെ വലുതാണ്. അതായത് 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നത് ലക്ഷക്കണക്കിനാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കേണ്ടതില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ സൂര്യൻ ഇല്ലാതെയായാൽ നമ്മുടെ ഈ തലമുറ ചിലപ്പോൾ അതിജീവിച്ചേക്കാം. എന്നാൽ അതിനുശേഷമുള്ള തലമുറ അതിജീവിക്കുമോ എന്നത് തീർത്തും ഒരു ചോദ്യചിഹ്നം മാത്രമാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ്